കുറച്ച് ജനറൽ പോയിൻറ്റ്സ് നോക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്രഗ്നൻസിക്ക് നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിലും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജനറലി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, പ്രഗ്നൻസി ഇപ്പോൾ ട്രൈ ചെയ്യുന്നവരാണ് എങ്കിൽ അവർ റുട്ടീൻ ഹെൽത്ത് സ്ക്രീനിങ് ചെയ്തിരിക്കണം. ഓക്കെ, റുട്ടീനായിട്ട് എന്താണ് അവരുടെ ഹീമോഗ്ലോബിൻ ലെവല്, പിന്നെ FSH, അങ്ങനെയുള്ള എല്ലാം നമുക്ക് അതേമാതിരി തന്നെ അതിൻ്റെയൊക്കെ നോർമൽ വാല്യൂസ്, ബേസിക് ലാബ് വാല്യൂസ് എങ്കിലും അവർ മനസ്സിലാക്കിയിരിക്കണം. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ റുട്ടീനായിട്ട് ചെക്ക് ചെയ്തിരിക്കണം, സ്ക്രീൻ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്, രണ്ടാമത് എവിടെയെങ്കിലും എൻഡമിക് അല്ലെങ്കിൽ ഒരു പാൻഡമിക് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിവതും ആ സൈഡിലോട്ടുള്ള യാത്രയൊക്കെ ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ വരുവാണെങ്കിൽ സിക്ക വൈറസ്. ഓക്കെ, ഈ സിക്ക വൈറസൊക്കെ ഡെവലപ്മെൻറ്റൽ ഡിസ്ഫങ്ഷൻസ് ബേബീസിന് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയൊക്കെ ഒഴിവാക്കുക. ഒരു ആവശ്യം എങ്ങാനും എന്തെങ്കിലും ബാക്ടീരിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞേക്കുവാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണ്, നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് കുഞ്ഞിനെ അത് ബാധിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ മാക്സിമം അസുഖങ്ങളൊക്കെയും കുറയ്ക്കുക, ഡിസീസ് കണ്ടീഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. വേറെ നോ ആൽക്കഹോൾ, ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ആൽക്കഹോൾ പോലും ടോക്സിക് അല്ല, ചീത്തയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രീലി ക്രോസസ് ടു ദ പ്ലാസൻ്റ കടന്ന് ഫ്രീ ആയിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ഡയറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാം ഒരു ബാലൻസ് ചെയ്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവോയ്ഡ് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് പ്രോഡക്ട്സ്, റോ മീറ്റ്, അൺവാഷ്ഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഡെയിലി മീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ട് ഡോഗ്സ് ഇങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെയും മാക്സിമം കുറയ്ക്കുക. എന്തുകൊണ്ടാണ് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് പ്രോഡക്റ്റ്? ഈ മിൽക്ക് നന്നായിട്ട് ബോയിൽ ചെയ്യണമെന്നാണ് നമ്മൾ ബോവൈൻ സിൻഡ്രോമൊക്കെയും കിട്ടുന്നത് ഈ അൺപാസ്ചറൈസ്ഡ് മിൽക്കിൽ നിന്നാണ്. ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡ്സ് കഴിക്കുന്നവരെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. പിന്നെ റോ മീറ്റ്സ് എന്തെങ്കിലും ബാക്ടീരിയാസൊക്കെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഡെയിലി മീറ്റ്സ്, ഹോട്ട് ഡോഗ്സ്, ഓവർ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. അതേമാതിരി തന്നെയാണ് ഹൈ ഇൻ മെർക്കുറി എന്ന് പറയുന്നത്. അവോയ്ഡ് ഫിഷ് ഹൈ ഇൻ മെർക്കുറി ഒരുപാടുള്ള ഫിഷസ് അവോയ്ഡ് ചെയ്യുക. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഷാർക്ക്, സ്വാഡ് ഫിഷ്, കിങ് മാക്രൽ, ടൈൽ ഫിഷ്. ഇതിൻ്റെ മലയാളം എനിക്കറിയില്ല, എന്തായാലും മലയാളത്തിലായിരിക്കില്ലല്ലോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഈ ഫിഷസിൻ്റെയൊക്കെ നെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. മെർക്കുറിയുള്ള ഈ ഫിഷസ് ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യുക. ഷാർക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുമല്ലോ. സ്വാഡ് ഫിഷ്, കിങ് മാക്രൽ, ടൈൽ ഫിഷ്, ഇതൊക്കെയും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോളിക് ആസിഡ്. അറ്റ്ലീസ്റ്റ് ഒരു 400 to 800 mcg ഡെയിലി നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത്. വെൻ പ്ലാനിങ് ഫോർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 400-800 mcg ഫോളിക് ആസിഡ് നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ടു അവോയ്ഡ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫോർട്ടിഫൈഡ് ഗ്രീൻസിലൊക്കെയും ഈ ഫോളിക് ആസിഡ് ഉണ്ടാവും. പിന്നെ സെറീൽസ്, എങ്ങനെയാണ് ഈ സെറീൽസ്? പാസ്ത, ബ്രെഡിലൊക്കെ ഉണ്ടാവും. പിന്നെ ലിവറിൽ ഹൈ ഇൻ ഫോളേറ്റ് എന്നാണ് പറയുന്നത്. ഫോളേറ്റ് ഏറ്റവും കൂടുതലുള്ളത് ലിവറിലാണ്. പക്ഷേ ലിവർ ഒരുപാട് നമ്മൾ കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? വൈറ്റമിൻ എ ലിവറിൽ വൈറ്റമിൻ എയും ഉണ്ട്. പക്ഷേ വൈറ്റമിൻ എ ഈസ് നോട്ട് ഗുഡ് ഇൻ പ്രഗ്നൻസി. ഓക്കെ, ബിക്കോസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ എ ലിവറിന് ടോക്സിക് ആക്കും, ലിവറിന് തന്നെ കേടാണ്. ഓക്കെ, ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കും. പിന്നെ കഞ്ചനൈറ്റൽ അനോമാലിറ്റീസ് ഒക്കെ ഉണ്ടാക്കും. നമ്മുടെ പ്രോപ്പറായിട്ട് ഹെഡിന് എന്തെങ്കിലും കഞ്ചനൈറ്റൽ അനോമലീസ് ഉണ്ടാവാം, ഐസ് ഉണ്ടാവാതിരിക്കാം, നോസ് ഉണ്ടാവാതിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, റൈറ്റ്.